കനത്ത മഴയിൽ ആലപ്പുഴ ചെങ്ങന്നൂരിൽ വെള്ളപ്പൊക്കം രൂക്ഷമാണ്. വ്യാപകമായി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 100ഓളം വീടുകളിൽ നിന്ന് ആളുകളെ ഇപ്പോൾ ഒഴിപ്പിക്കുകയാണ്. പമ്പയാറ് കരകവിഞ്ഞൊഴുകുകയാണ്. പലയിടത്തും റോഡുകളിൽ വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട്. പമ്പയാറ്റിൽ ഇനിയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ചെങ്ങന്നൂർ അടക്കം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. അവിടുത്തെ സാഹചര്യം അതീവ രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പുകളൊക്കെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. എത്രമാത്രം സജ്ജമാണ് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ? പ്രത്യേകിച്ചും ചെങ്ങന്നൂരൊക്കെ നേരത്തെ പ്രളയത്തിൽ മുങ്ങിയ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നത് ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്? സ്വാതി, തീർച്ചയായിട്ടും 2018 പ്രളയകാലത്തിന്റെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ ഒരു ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ അത് ഓർമ്മയിലുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ വലിയ ഒരു ആശങ്കയോട് കൂടി തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പമ്പയാറ്റിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ തൊട്ടാണ് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള ഒരു വെള്ളക്കെട്ട് ചെങ്ങന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. അത് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ പരിസരത്ത് തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടായിരിക്കുന്നുണ്ട്. പല റോഡുകളിലും വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. 100ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ വീടുകളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100ഓളം വീടുകളിൽ നിന്ന് തന്നെ ആളുകളെ ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജലനിരപ്പ് ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അതിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് എന്നാണ് ജനപ്രതിനിധികൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി തന്നെ ജലനിരപ്പ് ഉയരുന്നത് അത് മണിക്കൂർ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങളെ അറിയിക്കുവാനുള്ള ഒരു നടപടിയും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ജനപ്രതിനിധികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ് പത്തനംതിട്ടയിൽ ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും കോന്നിയിലും ഉണ്ടായ അതിരൂക്ഷമായിട്ടുള്ള മഴയും ഇത് രണ്ടുമാണ് പമ്പയാറ്റിലേക്ക് ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ സാധ്യത അല്ലെങ്കിൽ പമ്പയാർ കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുന്നതിനൊക്കെ ഒരു ഇടയാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് റോഡുകളിൽ പോലും വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ചെങ്ങന്നൂരിലെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതായാലും ജലനിരപ്പ് കൂടുതൽ ഉയർന്നാൽ മാത്രമേ കുറെ കൂടി വലിയ ഒരു പ്രതിസന്ധി രൂപപ്പെടുകയുള്ളൂ. സ്വാതി. ഓക്കെ അമൽ, എന്തായാലും ആലപ്പുഴയിലും മഴ ഉണ്ട്. പ്രത്യേകിച്ചും ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിൽ നിന്നും ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. ഒരു പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നേരിടാൻ പൂർണ്ണ സജ്ജമാണ്. ഉള്ള നടപടികളാണ് ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കുന്നത്.